ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രെപ്പ് വിത്ത് ആൻജിസ്. അടുത്ത കേട്ടറ്റ് സീറ്ററ്റ് എൽ പി യു പി ഒക്കെ എഴുതിയെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. അധ്യാപക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി നടത്തുന്ന ക്ലാസ്സുകളാണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ളത്. സൈക്കോളജിയുടെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കാണുക, അതിനുശേഷം ഇത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ കിട്ടും. വീഡിയോസ് പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈക്കോളജിയുടെ ക്ലാസ്സുകളാണ് നിലവിൽ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. മനഃശാസ്ത്ര പഠന രീതികളെ കുറിച്ചായിരുന്നു കഴിഞ്ഞ 2 ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മനഃശാസ്ത്ര പഠന രീതികളായിരുന്നല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഏതൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇൻട്രോസ്പെക്ഷൻ, നിരീക്ഷണ രീതി, പരീക്ഷണ രീതി, സർവേ, അഭിമുഖം, ചികിത്സാ രീതി, സാമൂഹ്യ ബന്ധ പരിശോധനകൾ. അതിൻ്റെ അകത്ത് സോഷ്യോഗ്രാം എന്താണെന്ന് നമ്മൾ നോക്കിയല്ലേ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത രീതികളാണ്. മനഃശാസ്ത്ര ഗവേഷണ പഠന രീതികളെ കുറിച്ചാണ്. ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ക്യുമുലേറ്റീവ് റെക്കോർഡ്, സഞ്ചിത രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ്, ഉപാഖ്യാന രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയില്, ക്വസ്റ്റ്യനെയർ, ചോദ്യാവലി, ആക്ഷൻ റിസർച്ച്, ക്രിയാ ഗവേഷണം. അപ്പൊ തുടങ്ങാം അല്ലെ. ഒന്നാമത്തത് സഞ്ചിത രേഖ അല്ലെ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. അധ്യാപകർ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട 2 കാര്യങ്ങളാണ് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡും അനക്ഡോട്ടൽ റെക്കോർഡും. എന്താണ് ക്യുമുലേറ്റീവ് റെക്കോർഡ് അല്ലെങ്കിൽ സഞ്ചിത രേഖ എന്ന് നമുക്ക് നോക്കാം. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയും സൂക്ഷ്മവുമായിട്ടുള്ള വിവരങ്ങൾ ആവശ്യമാണ്. തുടക്കം മുതലുള്ള തുടർച്ചയും സൂക്ഷ്മവുമായ വിവരങ്ങൾ ഇത്തരത്തിൽ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റിപ്പോർട്ടാണ് സഞ്ചിത രേഖ. ഒരിക്കൽ കൂടി വായിക്കാം. ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും ആദ്യകാലം മുതലുള്ള തുടർച്ചയും സൂക്ഷ്മവുമായ വിവരങ്ങൾ ആവശ്യമാണ്. തുടക്കം മുതലുള്ള തുടർച്ചയും സൂക്ഷ്മവുമായ വിവരങ്ങൾ ഇത്തരത്തിൽ ശേഖരിച്ച് രേഖപ്പെടുത്തുന്ന സമഗ്രമായ റിപ്പോർട്ടാണ് സഞ്ചിത രേഖ. ഉദാഹരണത്തിന് നമുക്കൊരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോകുവാണെങ്കിൽ ഡോക്ടർ നമ്മുടെ ഹിസ്റ്ററി എടുക്കും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാ? എന്തുകൊണ്ടാണ് ആ അസുഖം നമ്മളിൽ വന്നത്, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. അതുപോലെ തന്നെ ഓരോ കുട്ടിയുടെയും വ്യക്തിത്വത്തെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചും ഒക്കെ പൂർണ്ണമായി അറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആദ്യകാലം മുതലുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചു വെക്കുന്ന ഒരു റിപ്പോർട്ടാണ് സഞ്ചിത രേഖ. കുട്ടിയുടെ ജനനം മുതലുള്ള എല്ലാ വിവരങ്ങളും, ഓരോ ഘട്ടത്തിലുണ്ടാകുന്ന എല്ലാ സംഭവ വികാസങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന റിപ്പോർട്ടായിരിക്കും ഈ സഞ്ചിത രേഖ. മനസ്സിലായല്ലോ അല്ലെ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് സഞ്ചിത രേഖയിലുള്ളത്? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാര്യശേഷി, മാനസിക പക്വത, പഠന നേട്ടം, സാമൂഹിക ബോധം, മൂല്യബോധം, വൈകാരിക വികാസം, ആരോഗ്യസ്ഥിതി, പാഠ്യേതര താല്പര്യങ്ങൾ, സാമൂഹിക പശ്ചാത്തലം, മെച്ചപ്പെടൽ സാധ്യതകൾ. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഒരു കുട്ടിയുടെ A to Z കാര്യങ്ങൾ വരെ എഴുതി വെക്കുന്ന റിപ്പോർട്ടാണ് സഞ്ചിത രേഖ അല്ലെങ്കിൽ ക്യൂമുലേറ്റീവ് റെക്കോർഡ്. ഓക്കെ, അത്രേ ഉള്ളൂ. അധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമല്ല, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു കുട്ടിയെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ആദ്യകാലം മുതലുള്ള ആ കുട്ടിയുടെ വിവരങ്ങൾ ആവശ്യമാണ്. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് എഴുതി വെക്കുന്ന ഒരു റിപ്പോർട്ടാണ് സഞ്ചിത രേഖ. ഓക്കെ അല്ലേ. അടുത്തതാണ് ഉപാഖ്യാന രേഖ, അനക്ഡോട്ടൽ റെക്കോർഡ്. സഞ്ചിത രേഖയും ഉപാഖ്യാന രേഖയും തമ്മിൽ മാറിപ്പോകാറുണ്ട്. മാറിപ്പോകരുത്, ശ്രദ്ധിച്ചു കേട്ടോ. ഉപാഖ്യാന രേഖ എന്നാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡാണ് ഉപാഖ്യാന രേഖ. ഓക്കെ, കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളും രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡ്. സഞ്ചിത രേഖ പോലെയല്ല, ഉപാഖ്യാന രേഖയിൽ അപ്പപ്പോൾ പ്രതികരണങ്ങൾ അപ്പപ്പോൾ തന്നെ രേഖപ്പെടുത്തി വെക്കുകയാണ് ചെയ്യാറ്. ഉദാഹരണത്തിന് ക്ലാസ്സിൽ ഐസൊലേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിക്കുക. അധ്യാപിക ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഉത്തരം ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അത് രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന ഒരു റെക്കോർഡാണ് ഉപാഖ്യാന രേഖ. പേര്, സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം തുടങ്ങിയവ രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ ഈ റെക്കോർഡിൽ ഉണ്ടാവും. ഓക്കെ, പേര്, സംഭവ വിവരണം, സംഭവ വ്യാഖ്യാനം. അതുപോലെ അനക്ഡോട്ടൽ റെക്കോർഡിന് ഉപാഖ്യാന രേഖ എന്ന് മാത്രമല്ല പറയാറ്, സംഭവ വിവരണ രേഖ എന്നും സംഭവ വ്യാഖ്യാന രേഖ എന്നും അറിയപ്പെടാറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് ഉപാഖ്യാന രേഖ എന്ന് തന്നെയാണ്. എങ്കിലും ഈ 3 പേരുകൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അപ്പൊ സഞ്ചിത രേഖ എന്തായിരുന്നു? ഒരു കുട്ടിയെ വ്യക്തമായി അറിയാനും പഠിക്കാനും
ആദ്യകാലം മുതലുള്ള വിവരങ്ങൾ ശേഖരിച്ച് എഴുതി വെക്കുന്ന ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടാണ് സഞ്ചിത രേഖ, ക്യുമുലേറ്റീവ് റെക്കോർഡ്. അനക്ഡോട്ടൽ റെക്കോർഡ് അല്ലെങ്കിൽ ഉപാഖ്യാന രേഖ എന്തായിരുന്നു? കുട്ടികളിൽ ഉണ്ടാകുന്ന അവിചാരിതമായ പ്രതികരണങ്ങളും സവിശേഷ സംഭവങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്ന റെക്കോർഡ് ഉപാഖ്യാന രേഖ എന്ന പേരിലും അറിയപ്പെടുന്നു. അടുത്ത മനഃശാസ്ത്ര ഗവേഷണ രീതിയാണ് ചെക്ക് ലിസ്റ്റ്. വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത് ഒരേ സമയം നമുക്ക് ഒന്നിലധികം പേരുടെ വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ പറ്റും. നമ്മൾ കണ്ടെത്താൻ ഉദ്ദേശിക്കുന്ന സവിശേഷതകൾ ഉൾപ്പെടുത്തി വിവിധ പ്രസ്താവനകൾ തയ്യാറാക്കി അതിന് യെസ് ഓർ നോ എന്നീ വിധത്തിൽ ഉത്തരങ്ങൾ ലഭിക്കുന്ന ഒരു ഗവേഷണ രീതിയാണ് ചെക്ക് ലിസ്റ്റ്. ഇവിടെ നമുക്ക് പ്രസ്താവനകൾക്ക് യെസ് ഓർ നോ ഉത്തരങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. വസ്തുതകൾ എത്രമാത്രം പ്രകടമാണ് അല്ലെങ്കിൽ പ്രകടമല്ല എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു നോക്കിയത്? വ്യക്തിത്വ സവിശേഷതകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലളിതമായി ശേഖരിക്കുന്നതിനുള്ള ഉപാധിയാണ് ചെക്ക് ലിസ്റ്റ്. അതുപോലെ തന്നെ ഒരേ സമയം ഒന്നിലധികം പേരുടെ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാൻ പറ്റും. പ്രസ്താവനകൾക്ക് യെസ് ഓർ നോ ഉത്തരങ്ങളാണ് നമുക്ക് ലഭിക്കുക. എത്രമാത്രം പ്രകടമാണ് പ്രകടമല്ല എന്ന് കണ്ടെത്താൻ കഴിയില്ല. ഒരു ഉദാഹരണം കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും. ഇവിടെ കൊടുത്തിട്ടുള്ളത് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ ചാലകശേഷികൾ തിരിച്ചറിയുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ഒരു ചെക്ക് ലിസ്റ്റാണ്. പ്രസ്താവനകൾ കണ്ടോ? സ്ഥിരതയോടെ നടക്കുന്നു, ഓടുന്നു, ഓടി വന്ന് കൃത്യമായി നിൽക്കാൻ സാധിക്കുന്നു, ഒറ്റക്കാലിൽ ചാടുന്നു, ഏണിപ്പടികൾ കയറുന്നു, ഒരു പടിയിൽ ഒരു കാൽ എന്ന ക്രമത്തിൽ പടികൾ കയറുന്നു, മുകളിലേക്ക് ചാടുന്നു, ഒറ്റക്കാലിൽ നിൽക്കാൻ കഴിയുന്നു, മുച്ചക്ര സൈക്കിൾ ഓടിക്കുന്നു, കൈപൊക്കി പന്തെറിയുന്നു. വലതുവശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ശ്രമിക്കുന്നു അല്ലെങ്കിൽ അറ്റംപ്റ്റഡ്, കൈവരിച്ചിട്ടുണ്ട്, മാസ്റ്റേർഡ്. ഈ 2 ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിന് ടിക്ക് ഇടാനേ നമുക്ക് കഴിയൂ, അല്ലേ? ഇപ്പൊ ചെക്ക് ലിസ്റ്റിൽ വിവിധ പ്രസ്താവനകൾ ഉണ്ടാകും. അതിലൊന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ ഉത്തരങ്ങൾ എഴുതാനുണ്ടാവും. അടുത്ത ഗവേഷണ രീതി നോക്കൂ, റേറ്റിംഗ് സ്കെയില്, അല്ലേ? ചെക്ക് ലിസ്റ്റിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഈ റേറ്റിംഗ് സ്കെയിൽ. നിരീക്ഷിക്കപ്പെടുന്ന വ്യവഹാരത്തിന്റെ പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾ പറഞ്ഞു ചെക്ക് ലിസ്റ്റിൽ യെസ് ഓർ നോ മാത്രമേ ഉള്ളൂ. റേറ്റിംഗ് സ്കെയിലിൽ അങ്ങനെയല്ല, എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. 3 മുതൽ 11 വരെ റേറ്റിംഗ് തലങ്ങളുള്ള റേറ്റിംഗ് സ്കെയിലുകൾ നിലവിലുണ്ട്. 2 ഉദാഹരണങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ലിക്കർട്ട് സ്കെയിൽ, 5 പോയിന്റ് ആണ് റേറ്റിംഗ് വരുന്നത്. തഴ്സ്റ്റൺ സ്കെയില് 11 പോയിന്റും. ഓക്കെ, മറന്നു പോകരുത്, 2 ഉദാഹരണങ്ങൾ ഓർത്ത് വെക്കുക. ലിക്കർട്ട് സ്കെയില് 5 പോയിന്റും തഴ്സ്റ്റൺ സ്കെയില് 11 പോയിന്റും. നമുക്കൊരു ചെക്ക് ലിസ്റ്റ് നോക്കാം. 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഭാഷാ വികസന ശേഷികൾ തിരിച്ചറിയുന്നതിനും വിലയിരുത്തുന്നതിനുമുള്ള ഒരു റേറ്റിംഗ് സ്കെയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചെക്ക് ലിസ്റ്റിലുള്ളതുപോലെ തന്നെ പ്രസ്താവനകൾ അവിടെ താഴെ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട് അല്ലെ. റേറ്റിംഗോ വളരെ മികച്ചത്, മികച്ചത്, ശരാശരി, മെച്ചപ്പെടണം, ഏറെ മെച്ചപ്പെടണം. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? റേറ്റിംഗ് സ്കെയിലില് പ്രത്യേകതകൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയുമെന്നല്ലേ. ഓക്കെ അല്ലേ? അടുത്തിലേക്ക് പോവാം. വിവരശേഖരണത്തിന് ഏറ്റവും പ്രയാസം കുറഞ്ഞതും വേഗതയും സമയലാഭവും ഉള്ള ഉപാധിയാണ് ചോദ്യാവലി. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അടുത്ത മനഃശാസ്ത്ര ഗവേഷണ ഉപാധിയാണ് ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ. 2 തരത്തിലാണ് ചോദ്യാവലി ഉള്ളത്. ഒന്നാമത്തത് ക്ലോസ്ഡ് എൻഡഡും രണ്ടാമത്തത് ഓപ്പൺ എൻഡഡും. ക്ലോസ്ഡ് എൻഡഡ് മലയാളത്തിൽ പറയുന്നത് അടഞ്ഞ ചോദ്യങ്ങൾ എന്നാണ് കേട്ടോ. നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം ഓപ്ഷനുകളിൽ നിന്ന് തെരഞ്ഞെടുക്കുക. നമ്മുടെ PSC പരീക്ഷകളും കേട്ടറ്റ് സീറ്ററ്റ് പരീക്ഷകളൊക്കെ എന്താണ്? ക്ലോസ്ഡ് എൻഡഡ് അല്ലെങ്കിൽ അടഞ്ഞ ചോദ്യങ്ങളാണ് അല്ലേ. നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. ആ ഓപ്ഷനിലുള്ള ഉത്തരങ്ങളിൽ എന്തെങ്കിലും ഒന്ന് മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓപ്പൺ എൻഡഡ് ആണെങ്കിലോ തുറന്ന ചോദ്യങ്ങൾ എന്നാണ് പേര്. പേര് പോലെ തന്നെ പ്രതികരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഡാറ്റ കളക്ഷൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ചോദ്യാവലി അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ. 2 തരത്തിലുണ്ട്. ക്ലോസ്ഡ് എൻഡഡ് അടഞ്ഞ ചോദ്യങ്ങൾ, ഓപ്പൺ എൻഡഡ് തുറന്ന ചോദ്യങ്ങൾ. ക്ലോസ്ഡ് എൻഡഡ് എന്ന് വെച്ചാൽ നൽകാൻ ആഗ്രഹിക്കുന്ന ഉത്തരം ഓപ്ഷനുകളിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഓപ്പൺ എൻഡഡ് ആണെങ്കിൽ പ്രതികരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ഉത്തരങ്ങൾ നൽകാം. അടുത്ത ഒരു രീതിയാണ് ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച്. ആക്ഷൻ റിസർച്ചിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാനിവിടെ ഷോർട്ടായിട്ട് ഈ രീതികളിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ചേർത്തുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്.
എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണങ്ങളെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിൽ എത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയും ചെയ്യുന്ന രീതിയാണ് ക്രിയാഗവേഷണം. പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണങ്ങളെ ശാസ്ത്രീയമായി ശേഖരിച്ച് അപഗ്രഥിച്ച് വിലയിരുത്തി നിഗമനങ്ങളിൽ എത്തുകയും അപ്പോൾ അനുയോജ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയും ചെയ്യുന്നു. ആക്ഷൻ റിസർച്ചിന്റെ ആവിഷ്കർത്താവ് ആരാണ്? സ്റ്റീഫൻ എം കോറി. സ്റ്റീഫൻ എം കോറി. ഓക്കെ, മറന്നു പോകരുത്. സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണത്തിന്റെ അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ചിന്റെ ആവിഷ്കർത്താവ്. ഇമ്പോർട്ടൻ്റ് ആണേ. ക്രിയാഗവേഷണത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളാണുള്ളതെന്ന് നമുക്ക് നോക്കാം. വിവരശേഖരണം, പരികൽപ്പന രൂപീകരിക്കൽ, പ്രശ്നത്തെ വിലയിരുത്തൽ, പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ, പ്രയോഗിക്കൽ, വിലയിരുത്തൽ. ഒരിക്കൽ കൂടി പറയാം. വിവരശേഖരണം, പരികൽപ്പന രൂപീകരിക്കൽ, പ്രശ്നത്തെ വിലയിരുത്തൽ, പ്രവർത്തന പദ്ധതി തയ്യാറാക്കൽ, പ്രയോഗിക്കൽ, വിലയിരുത്തൽ. ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ക്രിയാഗവേഷണത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒന്ന്, സ്റ്റീഫൻ എം കോറിയാണ് ക്രിയാഗവേഷണത്തിന്റെ ആവിഷ്കർത്താവ്. എന്താണ് ക്രിയാഗവേഷണം എന്ന് നോക്കി വെക്കുക, ഏതൊക്കെ ഘട്ടങ്ങളാണുള്ളതെന്ന് നോക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്തൊക്കെയായിരുന്നു നോക്കിയത്? സഞ്ചിത രേഖ, ഉപാഖ്യാന രേഖ, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ചോദ്യാവലി, ഏറ്റവും അവസാനം ആക്ഷൻ റിസർച്ച് അല്ലെങ്കിൽ ക്രിയാഗവേഷണം. ഈ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം പ്രപ്പ് വിത്ത് ആൻജിസ് എന്ന യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാം പേജിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചെറിയൊരു ക്വിസ് ഞാൻ നടത്താറുണ്ട്. ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ ആ ക്വിസ് ഒന്ന് അറ്റൻഡ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ. സൈക്കോളജിയുടെ ക്ലാസ്സുകൾ മാത്രമല്ല, മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകളും വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് അടുത്ത വീഡിയോകളൊക്കെ വിട്ടുപോകാതെ കിട്ടുകയുള്ളൂ. കേട്ടറ്റ് സീറ്ററ്റ് LPUP പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനും നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. അവരും പഠിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി വേഗം വരുന്നതായിരിക്കും. ശുഭദിനം.